പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞും കേട്ടുമൊക്കെ ഇരിക്കുന്ന വാക്കാണ് സഭയിൽ പ്രതിസന്ധി, സഭയിൽ പ്രതിസന്ധി എന്നുള്ളത്. യഥാർത്ഥത്തിൽ സഭയിൽ പ്രതിസന്ധിയുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. കാരണം സഭ അവൻ്റെ ശരീരമാണ്. വ്യക്തമായും അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എല്ലാത്തിനെയും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയാണ്. എഫേസ്യസ് 1:23. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ പരസ്യജീവിതകാലത്ത് ഉദ്ധാനശേഷവും ഒരിക്കലും അപ്പോസ്തലന്മാരോ സുവിശേഷകരോ ആരും തന്നെ യേശു കർത്താവിന് പ്രതിസന്ധിയുള്ളതായി വചനത്തിൽ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. ക്രിസ്തു തനിക്ക് പ്രതിസന്ധിയുള്ളതായി പരാതിപ്പെടുന്നു നമ്മൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാകുന്ന സഭയ്ക്ക് എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാവുക? ദൈവത്തിന് പ്രതിസന്ധി ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണല്ലോ, അസംഭവ്യമാണല്ലോ. അപ്പോൾ പിന്നെ എവിടെയാണ് പ്രതിസന്ധിയുള്ളത്? സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, വീടുകളിൽ പ്രതിസന്ധിയുണ്ട്, പക്ഷേ കുടുംബത്ത് പ്രതിസന്ധിയില്ല എന്നുള്ളതാണ്. വീട് തന്നെയാണ് കുടുംബം, പക്ഷേ കുടുംബത്ത് പ്രതിസന്ധി ഉണ്ടാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്തു വന്ന് പിറക്കുന്ന, നമുക്കറിയാം, നമ്മുടെ കർത്താവ് വന്ന് പിറക്കുന്നത് യേശു പിതാവും മാതാവും അടങ്ങുന്ന കുടുംബത്താണ്. അപ്പോൾ ദൈവത്താൽ സ്ഥാപിതമാണ് കുടുംബവും സഭയും. ഇത് രണ്ടും ഒരു കാലത്തും തകർക്കപ്പെടുകയില്ല, ആർക്കും തകർക്കാൻ സാധ്യവുമല്ല. അപ്പോൾ പിന്നെ ശരിക്കും പ്രതിസന്ധിയുള്ളത് എവിടെയാണ്? പ്രതിസന്ധിയുള്ളത് നമ്മളിലാണ്. എൻ്റെ വീടൊരു കുടുംബമാണോ? ഞാൻ സഭയുടെ അംഗമാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ആത്മശോധന ചെയ്യേണ്ടതുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കാൻ ഇന്ന് നമ്മുടെ മക്കൾക്ക് താല്പര്യമില്ല. കൂടി താമസിക്കുന്ന വീടുകളും ലോഡ്ജുകളും ഒക്കെയാണ് അവർക്കിന്ന് താല്പര്യം. അതിൻ്റെ കാരണം എന്താണ്? ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കൾ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയെന്ന് ഇടിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കാത്തതിൻ്റെ കാരണവും കുടുംബത്തോട് ചേർന്ന് നിൽക്കാത്തതിൻ്റെ കാരണവും ക്രിസ്തു പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്, നമ്മളിലുള്ള എതിർസാക്ഷ്യങ്ങളാണ്. ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മളിൽ വേണ്ടത്ര സാക്ഷ്യമില്ലാത്തതും കുർബാനയെ പ്രതി വഴക്കുണ്ടാക്കുന്നതും പള്ളിത്തർക്കങ്ങളുണ്ടാക്കുന്നതും മൂലം അനീതി വർദ്ധിക്കുന്നതിനാൽ നമ്മുടെ മക്കളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് സഭയ്ക്ക് ഒരിക്കലും പ്രതിസന്ധിയില്ല എന്നുള്ളതാണ്. കുടുംബത്തിന് ഒരിക്കലും പ്രതിസന്ധിയില്ല. കാരണം കുടുംബത്തെ ചുമലിലേറ്റാൻ തയ്യാറുള്ള ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളുള്ളിടത്തോളം കാലം കുടുംബം നിലനിന്ന് പോകും. അത് വഴിയിൽ എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് ഒരു ടെൻറ്റ് കെട്ടി താമസിച്ചാലും അത് കുടുംബമാണ്. മാളികയിൽ താമസിച്ചാലും കുടുംബമാണ്. അപ്പോൾ കുടുംബം ഭൗതികതയിൽ അടിത്തറയിട്ട് നിൽക്കുന്നതല്ല. പക്ഷേ വീട് ചെറുതും വലുതുമാകും. കുടുംബത്തിന് വലിപ്പച്ചെറുപ്പങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു ഒരിക്കലും തനിക്ക് പ്രതിസന്ധിയുള്ളതായി, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണല്ലോ സഭ. ഈ 3 വർഷം കൂട്ടിക്കൊണ്ട് നടന്ന ശിഷ്യന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയ ശിഷ്യന്മാർ തന്നെ വിട്ടുപോയപ്പോഴും തനിക്ക് പ്രതിസന്ധിയുണ്ട് എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. അതോടൊപ്പം ഉദ്ധാനം ചെയ്ത ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെട്ടതിന് തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതിന് ശേഷവും പത്രോസ് അപ്പോസ്തലനും മറ്റ് ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് തന്നെ കണ്ട ശിഷ്യന്മാർ വീണ്ടും മീൻ പിടിക്കാൻ പോയിട്ടും യേശു കർത്താവ് ചോദിക്കുന്നത്, മക്കളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്നാണ്. അല്ലാതെ ഞാൻ പ്രതിസന്ധിയിലാണ് എന്ന് ഈശോ എവിടെയും പറയുന്നില്ല, നമ്മുടെ കർത്താവ് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഭയ്ക്ക് ഇവിടെ യാതൊരു പ്രതിസന്ധിയുമില്ല എന്നുള്ളതാണ്. സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടാവുക സാധ്യമല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരിക്കലും പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയിലൂടെ
നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ട നമുക്ക് ഓരോരുത്തർക്കുമാണ് പ്രതിസന്ധി ഉണ്ടാവുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയോട് ഇന്ത്യക്കാർ ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം ഇന്ത്യ നന്നായി വരും എന്ന് പറഞ്ഞതുപോലെ സഭയോട് ഞാൻ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൽ ഞാൻ എത്രത്തോളം ആക്റ്റീവായി സജീവമായി പങ്കാളിയാകുന്നുവോ അത്രത്തോളം ഞാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ സുരക്ഷിതനാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മുൻപ് ക്രിസ്തുവിന് മുൻപ് നോഹ പെട്ടകം പണിതു. ആ നോഹയുടെ പെട്ടകമായിരുന്നു ആ കാലഘട്ടത്തിൽ രക്ഷയുടെ മാർഗം. ഇന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയാണ് രക്ഷയുടെ മാർഗം. ആ സഭയിൽ ഞാനുണ്ടോ, എൻ്റെ വീടുണ്ടോ, എൻ്റെ കുടുംബാംഗങ്ങളുണ്ടോ എന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സഭയുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം സഭയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. കുടുംബവും അങ്ങനെ തന്നെയാണ്. ത്യാഗപൂർവം കുടുംബത്തെ ചുമലിലേറ്റാൻ, നെഞ്ചിലേറ്റാൻ, ഹൃദയത്തിൽ വഹിക്കാൻ തയ്യാറുള്ള ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഒരാൾ അവശേഷിക്കുന്നിടത്തോളം കാലം മനോഹരമായി കുടുംബം നിലനിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ മനുഷ്യരുടെ മുമ്പിൽ കുറവുള്ളതായി കാണപ്പെടുമ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ പ്രതിസന്ധി മാതാപിതാക്കളാണ് അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ വ്യക്തികേന്ദ്രീകൃതമായ ജീവിതമാണ്. പ്രാർത്ഥിക്കുന്നതും അധ്വാനിക്കുന്നതുമെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ്. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയാണ് പള്ളിയിൽ പോക്കും പ്രാർത്ഥനയുമുള്ള കുടുംബം എന്ന് പറയപ്പെടാൻ. ശരിക്കു പറഞ്ഞാൽ പ്രാർത്ഥന, പ്രവൃത്തി, പ്രസംഗം, പ്ര ഇതാണ് ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു മാത്രമേ ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ളൂ. പള്ളിപ്പോക്കും പ്രാർത്ഥനയെന്ന് പറയുന്നത്. പ്രവൃത്തിയും പ്രസംഗവും നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രവൃത്തി കൂടാതെയുള്ള ആത്മീയത നിർജീവമാണ് എന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്തർത്ഥമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഇന്ന ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ബന്ധനവും വിടുതലുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. കർത്താവ് പറയുന്നൊരു വചനഭാഗമുണ്ട്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രസംഗവും ഒരുമിച്ച് പോകേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്. ശരിക്കും നമ്മളിൽ മാതാപിതാക്കളിൽ വന്നുപോയ ഈ വീഴ്ച, പ്രത്യേകിച്ച് കഴിഞ്ഞ 40 വർഷത്തിനുള്ളിലുണ്ടായ നമ്മളുണ്ടാക്കിയ വലിയ പരുക്ക്, വ്യക്തികേന്ദ്രീകൃത ആത്മീയത, അത് നമ്മൾ ഒരു സ്വാർത്ഥതയുടെ ലോകം സൃഷ്ടിച്ചു. ഇന്നറിയാം, പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആൺകുട്ടികൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. എവിടെ നിന്നുണ്ടായി ഇത്? പ്രിയപ്പെട്ടവരെ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. കൂട്ടായ്മാബോധമില്ല. പരസ്പരം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പരസ്പരം സംസാരിക്കുകയും മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് സഹോദര സുഖമാണോ എന്ന് ചോദിക്കുവാൻ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. മനുഷ്യൻ അടിസ്ഥാനപരമായൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് സഭ സ്ഥാപിച്ചത്. സാക്ഷ്യമാകേണ്ടത് സഭയിലൂടെയാണ്. വ്യക്തിപരമായ സാക്ഷ്യം അടിസ്ഥാന ഘടകമായിരിക്കുമ്പോഴും കളക്റ്റീവായ സാക്ഷ്യം മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ സഭയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും ഞാനൊരു സമുദായത്തിൻ്റെ ഭാഗമാണ്. സാമുദായികതയില്ലാതെ സഭ പ്രവർത്തിക്കുകയില്ല. സഭ നിലനിൽക്കും. അപ്പോൾ ഞാൻ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും ഉള്ളവളാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എളിയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും ആ കൂട്ടായ്മയുടെ സമ്മർദ്ദത്തിൽ മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കുകയും വിവാഹം കഴിക്കുകയുമുള്ളൂ. നമ്മൾ ശരിക്കും വഞ്ചിക്കപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ. സത്യം മനസ്സിലാക്കാതെ നമ്മൾ പ്രാർത്ഥന, പള്ളിപ്പോക്ക് എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി പ്രോസ്പെരിറ്റി ഗോസ്പലിലൂടെ നമ്മുടെ തന്നെ ആത്മാവിൻ്റെ നാശവും തലമുറകളുടെ നാശവും നമ്മൾ വരുത്തി വെക്കുകയാണ്. ഒരു വിചിന്തനത്തിന് സമയമായിരിക്കുന്നു, ഒരു ആത്മശോധനയ്ക്ക് സമയമായിരിക്കുന്നു, ഒരു എൻ്റെ പിഴയിടിക്കാൻ സമയമായിരിക്കുന്നു.
ഇത്രയും സുഖസൗകര്യങ്ങളും എല്ലാം നമുക്ക് ഒരുക്കി തന്നിട്ടും നമ്മൾ വേണ്ട രീതിയിൽ സാക്ഷ്യമാകുന്നുണ്ടോ? പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വിശ്വാസം പകർന്നു തന്നത്. എന്നാൽ അനുകൂല സാഹചര്യങ്ങളിൽ പോലും നമ്മൾ നമ്മുടെ മക്കൾക്ക് ചുറ്റുപാടുകളിൽ പ്രാർത്ഥനയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ പ്രസംഗത്തിലൂടെയോ ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റി ഒരു ജീവിത രീതിയാണ് എന്ന് നമ്മൾ മറന്നു പോവുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മാത്രം ആഘോഷിക്കുകയും നിങ്ങളെന്നെ അനുകരിക്കണമെന്ന് പറയുന്ന കൽപ്പനയെ നമ്മൾ മാറ്റിവെക്കുകയുമാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ അങ്ങേയറ്റം ആഘോഷിക്കുകയാണ്. പക്ഷേ ക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗം വിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനോ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രമാണങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള ജീവിതമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ ശക്തിയും വചനവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പലിൽ ഇങ്ങനെ അഭിരമിക്കുകയാണ്. അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത് എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മളും അടയാളങ്ങളെയല്ല കാണുന്നത്, ക്രിസ്തുവിൻ്റെ കൽപ്പന അനുകരിക്കുവിനെന്ന കൽപ്പനയല്ല. ശരിക്കും കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വിധിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നു ഈശോ പാപമാണ്, ആളൊരു പാവമാണെന്നാണ് പറയുന്നത്. പക്ഷെ വചനങ്ങളിലോട്ട് നോക്കിക്കോ, യേശു ക്രിസ്തുവിനോളം ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകിയ മറ്റാരും മനുഷ്യചരിത്രത്തിലില്ല എന്നുള്ളതാണ്. ഒരു പാവവുമല്ല യേശു ക്രിസ്തു, ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്നുള്ളതാണ്. തരുമ്പം വിട്ടുവീഴ്ച ചെയ്യാതെ സ്നേഹത്തിന് വേണ്ടി തരുമ്പം വിട്ടുവീഴ്ച ചെയ്യാതെ നടന്ന വ്യക്തിയാണ് യേശു, നമുക്കറിയാം. എന്നിട്ട് നമ്മളെല്ലാം പറയുകയാണ് ഈശോ പാവമാണ്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു നൽകിയത്. ശരിക്കും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ, സ്നേഹത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഇല്ലാതാകുന്ന അവസ്ഥയാണ്. ഒന്നടിച്ചാൽ ഒന്നടിക്കാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കട്ടാൽ കൈവെട്ടണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കള്ളന് മാപ്പ് കൊടുത്തുകൊണ്ട് അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുവിൻ. ക്രിസ്തു നൽകിയത് അതികഠിനമായ കൽപ്പന തന്നെയാണ്. എന്നാൽ പാപികളോട് പറഞ്ഞു, നിങ്ങളുടെ പാപം നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു. പാപാവസ്ഥയിൽ കഴിയുന്നവർക്ക് ക്രിസ്തു കാരുണ്യവാനും, തന്നെ അനുഭവിച്ചവർക്ക് ക്രിസ്തു മാർഗമാണ് അവൻ നൽകിയത്. സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. വിശുദ്ധിയും സ്നേഹത്തിൻ്റെയും കൽപ്പനയുമാണ് ക്രിസ്തു നൽകിയത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുക സാധ്യമല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. രണ്ടാമത് കർത്താവ് പറഞ്ഞ് നമുക്കറിയാം, സ്നേഹം. നിന്നെ സ്നേഹിക്കണം, സൃഷ്ടാവിനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. ട്രിനിറ്റേറിയൻ ലവ്, അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തെ ആരാധിക്കും, എന്നെയും സ്നേഹിക്കും. വ്യക്തികേന്ദ്രീകൃത ആത്മീയത ക്രൈസ്തവ ലോകത്തെ നശിപ്പിച്ചു എന്ന് പറയാം. ക്രിസ്തുവിനെ ക്രിസ്ത്യാനിറ്റി അല്ല കൊണ്ട ക്രിസ്ത്യാനികളെ. വ്യക്തികേന്ദ്രീകൃത ആത്മീയത. എനിക്കൊരാവശ്യമുണ്ടായാൽ ഞാൻ ചില കാര്യങ്ങൾ എഴുതി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഇടങ്ങളിൽ പോകും. എന്നാൽ ഞാനെന്ന വ്യക്തിയില്ല, നമ്മളെയുള്ളൂ, സഭയാണെന്നുമുള്ളത്. ഞാൻ സഭയിലായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ വ്യക്തികേന്ദ്രീകൃത ആത്മീയത. എൻ്റെ കാര്യം സാധിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുകയാണ്. അങ്ങനെ നമ്മുടെ വ്യക്തികേന്ദ്രീകൃത ആത്മീയത അവരെയും വ്യക്തികളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ. നമ്മുടെ മക്കൾ വിശ്വാസ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറോപ്പ് കേരളത്തെ സമീപിച്ചു കഴിഞ്ഞുവെന്നുള്ളതാണ്. അപ്പോൾ പ്രവൃത്തിയും പ്രാർത്ഥനയും പ്രസംഗവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹം അടിയന്തരമായി ഇവിടെ ഉരുത്തിരിയേണ്ടതുണ്ട്. മാനുഷികമായി ഇനി നമുക്കൊന്നും ചെയ്യാനാവാത്ത വിധം വ്യക്തികേന്ദ്രീകൃത ആത്മീയത കേരള ക്രൈസ്തവരെ
പിടിച്ചുലച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് വേണ്ടി ക്രിസ്തീയമല്ലാത്ത രീതിയിൽ തർക്കിക്കാൻ നമുക്ക് മടിയില്ലാത്ത, ലജ്ജയില്ല, പള്ളി പിടിച്ചെടുക്കാൻ നമുക്ക് നാണമില്ല, ഭയമില്ലാതായിരിക്കുന്നു. ദൈവഭയം ക്രൈസ്തവരിൽ നിന്ന്, എല്ലാവരിൽ നിന്നല്ല കേട്ടോ പറയുന്നത്, അകന്നു പോയിരിക്കുന്നു. നമ്മളെ കണ്ടിട്ട് ഇന്ന് ആരെങ്കിലും ക്രിസ്ത്യാനിയാകാൻ തയ്യാറാകുമോ? ഒരു കാലത്ത് കേരളത്തിന് ഏറ്റവും മാതൃകയായി ജീവിച്ചിരുന്ന ക്രൈസ്തവരാണ് കേരള ക്രൈസ്തവർ. ഇന്ത്യക്ക് തന്നെ മാതൃകയായിരുന്നു. ഇന്ന് പരസ്പരം സ്നേഹം, ഫോൺ വിളികൾ, കൂട്ടായ്മകൾ, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ ക്രിസ്തുവിലൊന്നാണെന്നുള്ള ബോധ്യമുള്ള ക്രൈസ്തവർ എത്ര പേരുണ്ട്? താൻ അറിയുകയും പരിചയപ്പെടുകയും ചെയ്തവരോട് മാനുഷിക തലത്തിൽ എന്തുണ്ട് സഹോദര സഹോദരി എന്ന് ചോദിക്കുവാൻ മനസ്സ് പ്രേരിപ്പിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എന്താണ് പരിഹാരം, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വചനത്തിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എപ്പോഴെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ കാണുന്നത് പ്രാർത്ഥനയാണ്. മോശ കരങ്ങൾ ഉയർത്തിയപ്പോഴെല്ലാം പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം ഇസ്രായേൽ ജനം വിജയിച്ചു നമ്മൾ കാണുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിലും മോശ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മോശയുടെ തീഷ്ണതയും മോശയുടെ കരമുയർത്തുന്ന മാതൃകയും വചനത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇതിലെല്ലാം ഉപരി സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആര് ബലഹീനമാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്? നിങ്ങൾ ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിലൂടെ പറയുന്നു, കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈറ്റുനോവുള്ളവർ ഉണരേണ്ട കാലമായിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം, യാചന പ്രാർത്ഥനകൾ വിവിധ തരങ്ങളിലുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുണ്ട്. എന്നാൽ ഇന്ന് ഉയരേണ്ട പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. ആത്മഭാരത്തിൽ നിന്നാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരേണ്ടത്. ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരേണ്ടത്. മധ്യസ്ഥ പ്രാർത്ഥന ആർക്കുമാരെയും പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. തൻ്റെ മക്കൾ നശിച്ചു പോകുന്നത് കാണുന്ന ഒരപ്പൻ ഒരമ്മ ഉയർത്തുന്നതാണ്. തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ദുരിതം കാണുമ്പോൾ ഒരു വികാരി അച്ഛൻ, ഒരു പുരോഹിതൻ, ഒരു സന്യാസിനി ഉയർത്തുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അത് ആത്മഭാരത്തിൽ നിന്നാണ്. ആർക്കുമാരെയും പഠിപ്പിക്കാൻ പറ്റുകയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുകയാണ്. തങ്ങൾക്ക് വരാനിരിക്കുന്ന ദുരിതമറിഞ്ഞ് ഞാൻ ചാക്കൊടുത്ത് ചാരം പൂശി എന്ന് പറയുകയാണ്. നിനേവെ നിവാസികൾ യോനാ പ്രവാചകന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, പ്രവചനം കേൾക്കുമ്പോൾ, മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ അവർ ചാക്കൊടുത്ത് ചാരം പൂശുകയാണ്. ആത്മഭാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. യൂദത്തിൻ്റെ പുസ്തകത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. പിതാവേ, അവിടുത്തെ വിശ്വസ്തദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തികളിൽ നമ്മൾ കാണുകയാണ്. പത്രോസ് അപ്പസ്തോലൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വിശ്വാസ സമൂഹം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്നവരെ മോചിപ്പിക്കുകയാണ്. തിരുവചനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിഹാരം. പ്രാർത്ഥന എന്ന് പറയുന്ന സാധാരണ യാചനാ പ്രാർത്ഥനകളല്ല, ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനകൾ ഉയരണം. തൻ്റെ മക്കൾക്ക്, തൻ്റെ സഹോദരങ്ങൾക്ക്, തൻ്റെ കുടുംബത്തിന് വരാനിരിക്കുന്ന, ഇങ്ങനെ പോയാൽ ഇത് നാശത്തിനാണെന്ന് തിരിച്ചറിയുന്ന ഒരപ്പൻ ഒരമ്മ ഉയർത്തുന്ന പ്രാർത്ഥന, ശുശ്രൂഷകർ വേദനയോടെ ഉയർത്തുന്ന പ്രാർത്ഥന, ആരെയും ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകളല്ല. അതിനൊന്നും ഫലമില്ലെന്നല്ല കേട്ടോ പറയുന്നത്. തീർച്ചയായും ദൈവസന്നിധിയിൽ വിലയുള്ളതും ഫലമുള്ളതും തന്നെയാണ്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂസന്ന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവൾ പ്രാർത്ഥിച്ചു. ദാനിയേൽ എന്ന നിഷ്കളങ്ക ബാലൻ്റെ ആത്മാവിനെ ദൈവം ഉയർത്തുകയാണ് ദൈവിക ഇടപെടലിന് വേണ്ടി.
പാപബോധത്തോടെയും പശ്ചാത്താപത്തോടെയും എളിമയോടും കൂടി ദൈവസന്നിധിയിൽ പ്രതിസന്ധികളെ കണ്ട് ദർശനമുള്ളവർ, മുൻകാഴ്ചയുള്ളവർ, മുമ്പോട്ട് നോക്കി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നവർ ദൈവസന്നിധിയിൽ ഉയർത്തേണ്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിൻ്റെ കാലഘട്ടം എത്തിയിരിക്കുന്നു. നമുക്ക് പരിഹരിക്കാനാവാത്ത വിധം ഭൗതികതയിൽ അടിത്തറയിട്ട് നിൽക്കുകയാണ് ക്രിസ്ത്യാനികൾ. ക്രൈസ്തവ ലോകം മെറ്റീരിയലിസ്റ്റിക്കായി മാറിയിരിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രിസ്തു ഒരു വ്യക്തിയാണ്, ഒരു സത്യമാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിന് പരിഹാരം തീർച്ചയായും നമുക്കറിയാം. നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദുരിതം വരുന്ന കാലം വരാൻ പോവുകയാണ്. കടന്നു വന്ന അഭയാർത്ഥികൾക്ക് സുവിശേഷം കൊടുക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഇംഗ്ലണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജനതയെ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന സമൂഹമായിരുന്നു ഇംഗ്ലണ്ടുകാർ, യൂറോപ്യൻസ്. അവരെ മതേതരത്വത്തിലേക്കും ജനാധിപത്യ മൂല്യങ്ങളിലേക്കും കൈപിടിച്ച് നടത്തിയത് ക്രിസ്തീയതയാണ്. അവരത് മറന്നു. മൂല്യങ്ങളെല്ലാം ഇങ്ങെടുത്തു. മനുഷ്യത്വം, മാനവികത, മതേതരത്വം എന്ന് പറയുന്ന ക്രിസ്തുവിൽ നിന്നുള്ള മൂല്യങ്ങളെടുത്ത് ക്രിസ്തുവിനെ മാറ്റി നിർത്തി. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ തെരുവിൽ സമാധാനമില്ല. അടുത്തത് കേരളത്തെ ഇത് കാത്തിരിക്കുകയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മാത്രം നമ്മൾ ആഘോഷിക്കുകയും അവൻ്റെ പ്രമാണങ്ങളെ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണിത്. അതാണ് പറയുന്നത്, ക്രിസ്തീയത എന്ന് പറയുന്നൊരു ജീവിത രീതിയാണ്. പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. പ്രമാണങ്ങളനുസരിക്കാതെ ബന്ധനങ്ങളും ശാസനങ്ങളും നടത്തിയാൽ ശരിയാണ്, യേശുവിൻ്റെ നാമമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കാര്യങ്ങൾ സാധിക്കും. പക്ഷേ രക്ഷ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മോശയുടെ തീഷ്ണതയും മാതൃകയുമുണ്ട്, കരങ്ങൾ ഉയർത്തുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മഭാരം, ഇതിലെല്ലാം ഉപരി സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? നിങ്ങളിൽ ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനമാകാത്തത്? കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങൾ രൂപപ്പെടുന്നത് വരെ ഞാൻ ഏറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മഭാരവും മോശയുടെ തീഷ്ണതയും കർത്താവിൻ്റെ കൽപ്പനയും. യാവേ നിസിയിൽ നിന്ന് ഗത്സമനിയിലേക്ക് യാത്ര ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇത് ആത്മശോധനയുടെയും സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ദാനിയേൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയോ ഞങ്ങളുടെ മാതാപിതാക്കളുടെയോ യോഗ്യതയാലല്ല, ഉപവാസത്തിൻ്റെ യോഗ്യതയാലല്ല, മറിച്ച് അങ്ങയുടെ കാരുണ്യത്തെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. അതുകൊണ്ട് മോശയുടെ തീഷ്ണതയും പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മഭാരവും കർത്താവിൻ്റെ കൽപ്പന, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷകളെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കുവിനെന്ന് പഠിപ്പിച്ചു. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന് പഠിപ്പിച്ചു കർത്താവ്. യേശു കർത്താവ് വിധികർത്താവാണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നുവെന്നുള്ള കൽപ്പന പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ ദൈവത്വം മാത്രം ആഘോഷിക്കുമ്പോൾ അനുകരിക്കണമെന്നുള്ള കൽപ്പനയും അവിടുന്ന് നമ്മെ വിധിക്കാനിരിക്കുന്നുവെന്നുള്ള കൽപ്പനയും നമ്മൾ മറന്നു പോവുകയാണ്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് ക്രിസ്തുവാണ് എന്ന് ലോകത്തോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പന നൽകി എന്ന് പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ശിഷ്യന്മാരെ വരമേൽപ്പിച്ചത്? ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് ക്രിസ്തുവാണ്. പക്ഷെ പാപിക്ക് സൗജന്യ രക്ഷയും, പാപിയുടെ പാപം അവനെതിരെ പരിഗണിക്കുന്നില്ല. പക്ഷെ സൗജന്യ പാപമോചനം കിട്ടുന്ന വ്യക്തി സൗജന്യമായി കൊടുക്കണം, അല്ലെങ്കിൽ നിന്നെ വിധിക്കും. സൗജന്യമായി പാപമോചനം ലഭിക്കുന്നത്, സൗജന്യമായി രക്ഷ ലഭിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, മറിച്ച് LGBT-നെ ആശീർവദിക്കാനല്ല, അവിടെയും ഇച്ചിരി ശരിയുണ്ട് ഇവിടെയും ഇച്ചിരി ശരിയുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, എത്നിക്കലി അബ്രഹാമിക് റിലീജിയനാണെന്ന് പറയാൻ വേണ്ടിയല്ല, അബ്രഹാമിൻ്റെ മക്കൾ വിശ്വാസപ്രകാരമുള്ളവരാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം ചരിത്ര സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ: ദൈവസന്നിധിയിൽ എളിമപ്പെടുക. ദാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം
നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദാനിയേൽ 10:12. കർത്താവേ, പാപിയായി എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസ് അപ്പോസ്തലനെ ചേർത്ത് പിടിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെ തന്നെ വിശദീകരിക്കുകയും നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുകയും സാധിക്കുന്നിടത്തോളം മാറ്റം വരുത്തുകയും ഇല്ലെങ്കിൽ കർത്താവേ എന്നെ മാറ്റണമേ എന്ന് അവിടുത്തോട് പറയുകയും. കാരണം കർത്താവ് പറഞ്ഞല്ലോ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. പുത്ര, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കാർന്നവന്മാരുടെയൊക്കെ രീതി ഉണ്ടായിരുന്നു. അവർ സുഹൃദീപങ്ങൾ ചെല്ലുമായിരുന്നു. ഇനി ആത്മഭാരത്തിൻ്റെ സുഹൃദീപങ്ങൾ ഉയരണം. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളോടും മക്കളോടും കരുണയായിരുന്ന് ഞങ്ങളെയും മക്കളെയും അങ്ങയോട് ചേർത്ത് നിർത്തണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വിശ്വാസം ജീവിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളിൽ തകർന്നുപോയവരെ സുഖപ്പെടുത്തണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സഭ വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലമുറകളോട് കരുണയായിരിക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സകല മനുഷ്യരും വിശിഷ്യ ദൈവനിഷേധികളും അങ്ങേ അറിയാനിടയാക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സകല മനുഷ്യരും വിശിഷ്യ ദൈവനിഷേധികളും അങ്ങേ അറിയാനിടയാക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രാഷ്ട്രത്തെ അനുഗ്രഹിക്കുകയും രാഷ്ട്രം അങ്ങേ അറിയാനിടയാക്കുകയും ചെയ്യണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വിശ്വാസം ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്നും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല എന്നും, അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജീവിതം സ്വമേധയാ വിട്ടുകൊടുത്തതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം വിട്ടുകൊടുത്തതാണ്. അപ്പോൾ പിതാവ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹവും തന്നെ തന്നെ നൽകാൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹവുമാണ് നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കുള്ളതായ ഏക ആശ്രയം. തന്നെ തന്നെ സമർപ്പിച്ച പുത്രനും ഏകജാതനെ നൽകിയ പിതാവും ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവിനെ തൻ്റെ പുത്രനെ നൽകുന്ന സ്നേഹവും പുത്രനെ തന്നെ തന്നെ നൽകുന്ന സ്നേഹവും അനുസ്മരിപ്പിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സകല മനുഷ്യരും അങ്ങേ അറിയാനിടയാക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സകല മനുഷ്യരും അങ്ങേ അറിയാനിടയാക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സഭ വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരണമേ. കാരണം നമുക്കറിയാം, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് നിൽക്കും. അതുകൊണ്ട് പ്രാദേശിക സഭാ സംവിധാനങ്ങളുടെ ഇടവകകൾ ശക്തിപ്പെടേണ്ടത് മാതാപിതാക്കളുടെ ആവശ്യമാണ്. ഇടവകളിൽ എണ്ണം കുറഞ്ഞു പോയാൽ 2-3 ഇടവകൾ കൂട്ടിയിട്ട് ഇടവക നിൽക്കും. പക്ഷേ ആ ഇടവകളിലെ കുടുംബങ്ങളില്ലാതാകും. സംഭവിക്കാനുള്ളത് മാതാപിതാക്കൾക്കാണ്.
കഷ്ടപ്പെട്ട് വേർപ്പൊഴുകി അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെടും. കൃഷിയിടങ്ങൾ, സമ്പത്ത്, കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ മുഴുവൻ തീരും. മക്കളിതൊന്നും നിലനിർത്താൻ പോകുന്നില്ല. അതല്ലേ ഏലിയോട് പറയുന്നത്, എൻ്റെ പ്രമാണം നിൻ്റെ മക്കൾക്ക് നീ പകർന്നു കൊടുത്തില്ല, അതുകൊണ്ട് നിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ നിൻ്റെ മക്കളെ ശിക്ഷിക്കും. പക്ഷെ ഇന്ന് നമ്മളിലേക്ക് നോക്കിക്കുക, മക്കളെ മാത്രമല്ല നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും തന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കുമെന്ന് കൃത്യമായ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ സർവ്വമഹത്വത്തിലും വരുമ്പോൾ കൃത്യമായും നന്മ ചെയ്തവരെ വലതുപക്ഷത്തേക്കും തിന്മ ചെയ്തവരെ ഇടതുപക്ഷത്തേക്കും മാറ്റി നിർത്തുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പലപ്പോഴും യേശു കർത്താവ് വിധി കർത്താവാണെന്ന് മറന്നു പോവുകയാണ്. ഈശോ പാവമാണെന്നാണ് പറയുന്നത്. പാപികളോടും രോഗികളോടും ദരിദ്രരോടും പീഡിതരോടും ക്രിസ്തു പാപമാണ്. പക്ഷേ കർത്താവിനെ അറിഞ്ഞവരോട് അവിടുന്ന് പറയുന്നു, നിനക്കിനി മറ്റൊരു ജീവിതമില്ല. ധൂർത്തപുത്രൻ, പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വന്ന ധൂർത്തപുത്രൻ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. അവൻ്റെ ജീവിതം പുതിയതാ. ക്രിസ്തുവിലായിരിക്കുന്നതിന് പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ നമ്മെ പഠിപ്പിച്ചില്ലേ? ഈ മുന്തിരിത്തോട്ടം നിങ്ങളിൽ നിന്നെടുത്ത് നല്ല ഫലം നൽകുന്ന കർഷകരെ ഏൽപ്പിക്കും. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, താലന്തിൻ്റെ ഉപമ, വിശ്വസ്തനായ ഭൃത്യൻ്റെ ഉപമ, അത്തിമരത്തെ ശപിക്കുന്ന ഉപമ. ഇതൊക്കെ എന്തിനാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്? തീർച്ചയായും ഒരു വിധിയുണ്ടെന്ന് അറിയിക്കുവാനാണ്. 10 കന്യകകളുടെ ഉപമ, ഇതിനെല്ലാം നേർക്കൊരർത്ഥമുണ്ട്. അതുപോലെയാണ്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ ഭവനമില്ലാത്തവനായിരുന്നു, നീ എന്നെ ഭവനത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ടാണല്ലോ യാക്കോബ് അപ്പോസ്തലൻ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ശൂന്യമാണ് എന്ന്, വ്രതമാണ് എന്ന്. കർത്താവ് വിധി കർത്താവാണ് എന്നുള്ളത്. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനും നിന്നെ വിധിക്കുന്നില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളോട് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നിൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്തോളാം, നീ ചെയ്യണ്ട, സൗജന്യ രക്ഷ സ്വീകരിച്ചുകൊള്ളൂ, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. ഇത് നമ്മൾ മറന്നു പോകുകയാണ്. നമ്മൾ യേശുവിൻ്റെ ദൈവത്വം ആഘോഷിക്കുമ്പോൾ അവനെ അനുകരിക്കണമെന്നുള്ളതും അവൻ അന്ത്യവിധി കർത്താവായി വരുമെന്നുമുള്ള കാര്യം നമ്മൾ പ്രസംഗത്തിൽ നിന്ന് മാറ്റിവെക്കുകയോ സൗകര്യപൂർവ്വം പ്രസംഗിക്കാതിരിക്കുകയോ ചെയ്യുകയാണ്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ചാനലുകളിലേക്ക് നോക്കിക്കോ, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ്. എന്നാൽ ഉത്തരവാദിത്വപൂർണ്ണമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും മക്കളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന നല്ല നല്ല പ്രഭാഷണങ്ങൾക്ക് 100-200 വ്യൂവേഴ്സേ ഉള്ളൂ. ഇത് ഒരു ആത്മീയ അപകടത്തെക്കുറിച്ച് സൂചന നൽകുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ലഭ്യമല്ല. 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിൻ്റെ ദേവൻ ക്രിസ്തുവിലായിരിക്കുന്നവന് സമൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വാദം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവന് സമൃദ്ധിയോ ദാരിദ്ര്യമോ ഒന്നുമേ പ്രശ്നമല്ല. ഇതൊന്നും അവനെ അലട്ടുകയില്ല. ക്രിസ്തു വേണ്ട എന്ന് വെച്ച, നമുക്കറിയാം, മരുഭൂമിയിൽ കർത്താവിൻ്റെ അടുത്ത് നടത്തുന്ന പരീക്ഷയുണ്ട്. വിശക്കുന്നില്ലേ, അപ്പം ഉണ്ടാക്കി തിന്ന്. തൻ്റെ സിദ്ധിയും കഴിവുകളും ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ഉപയോഗിക്കുന്നില്ല. ഇത് നോക്കി, ഇതെല്ലാം എൻ്റേതാ, നീ ക്രിസ്ത്യാനിയല്ലേ, അത്യാവശ്യം സമൃദ്ധി ഉണ്ടാകണ്ടേ. ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത് ക്രിസ്ത്യാനിറ്റിയാണെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നീ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമല്ലേ, പരസ്യജീവിതം ഒരുങ്ങുമല്ലേ, ഇത് കാണുന്ന മുഴുവൻ എൻ്റെതാ, അത്യാവശ്യം ആഡംബരമൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മഹത്വം മുഴുവൻ കാണിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു അവനെ ഓടിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചേ, ദേവാലയത്തിന് മുകളിൽ നീ ചാടിക്കേ, ആൾക്കാർ നിൻ്റെ ചുറ്റും കൂടട്ടെ, അവിടെയും ക്രിസ്തുവിനെ ഓടിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അപ്പസ്തോലൻ പഠിപ്പിച്ചത്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ സമൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന വാദം നമ്മളെ എങ്ങോ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വ്യക്തി മറ്റുള്ളവരിലേക്ക് തിരിയും. മറ്റു മതങ്ങളും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം.
മനുഷ്യനെ തേടി വരുന്ന ദൈവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുക. നിങ്ങളും അവരിന് വേണ്ടിയായിരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയിൽ നമ്മൾ മാതൃകയാണ്, പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ ദുർമാതൃകയാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനത്തിൽ കാണുന്ന പോലെ മോശയുടെ തീഷ്ണതയുടെ മാതൃകയും, മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചുവെങ്കിൽ മക്കൾക്ക് വേണ്ടി, വരാനുള്ള തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ സമയമായിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഭൗതിക ശരീരമല്ല, അതിൽ നമ്മൾ അംഗമായിരിക്കുവാനും ഞാനും എൻ്റെ കുടുംബവും സഭയിലുണ്ടാകുവാൻ, സഭയിലില്ലാത്തവർ സഭയിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ വീടുകൾ കുടുംബങ്ങളായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. വചനത്തിലുടനീളം ദാനിയേൽ, എസ്തേർ, യൂദത്ത്, നിനേവെ, ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, അപ്പസ്തോല പ്രവൃത്തികൾ, കർത്താവ് തന്നെ നമുക്ക് കാണാം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവഹിതം നിറവേറുന്നതിനും ദൈവരാജ്യം വരുന്നതിനും വേണ്ടി കരങ്ങളും ഹൃദയവും ദൈവസന്നിധിയിൽ ഉയർത്തേണ്ട സമയമായിരിക്കുന്നു.